ഏരിയ ഫുള്ള് ക്യാമറ കൈക്കൂടെ സ്റ്റഡി ആയിട്ട് വെക്കണം. ഇത് ഫുള്ള് തെന്നി തെന്നി കിടക്കുകയാണ്. അടിപൊളി അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട് നോക്കളെ? എങ്ങനെയുണ്ട്? സൂപ്പർ സ്ഥലമല്ലേ ഇത്? എന്താണ് അടിപൊളി സ്ഥലം എന്നൊക്കെ പറയുക. ടൂറ് വരികയാണെങ്കിൽ ഇതൊക്കെ വരണം. ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വേണ്ട ആൾക്കാർ താമസമുണ്ട്. താഴത്ത് ഇപ്പോഴേണ്ട ആണ്ട് ഇതിലിങ്ങനെ ഊർന്ന് അല്ല ഇങ്ങനെ ഊർന്നിറങ്ങിയ ഇങ്ങോട്ട് ഇത് വാങ്ങിയത് എന്നാണ് വീഡിയോ എടുത്തത്. അല്ല അത് ക്യാമറ നമ്മളെടുത്തോട്ടെ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരാണ് ഫുഡ് ട്രെയിൽ. എൻ്റെ പേര് ജോസ് ജോസഫ്. നിങ്ങൾ കണ്ടു നോക്കുക. ഇത് ഹൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു 2.5 കിലോമീറ്റർ മാറി അടിപൊളി ഒരു ബീച്ചാണ്. ഞങ്ങൾ 3-4 പേര് കൂടി പോയതാണ്. കുറച്ച് നേരത്തെ പോയ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. റിസ്ക്കുള്ള സ്ഥലമാണ്, ശ്രദ്ധിച്ചു പോവുക. വളരെ അടിപൊളി സ്ഥലമാണ് ഇത്. നമ്മുടെ ഡബിളിൽ നിന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂ. എല്ലാവർക്കും പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. വളരെ ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ആ ടൈനി ഹെഡൻ ബീച്ച് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അത് കുറച്ച് ദൂരമുള്ളൂ, ഹൗത്തിൽ നിന്ന് കുറച്ചുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും പോവുക, ശ്രദ്ധിച്ച് പോകണം. പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. റിസ്ക്കുള്ള സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർക്കൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരും തീർത്ത് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതിൽ നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പൂർണ്ണമായിട്ട്. ഇത് ലോക്ക്ഡൗൺ ടൈമിൽ എടുത്ത് വെച്ചിട്ടുണ്ട് സംഭവം. അഭിപ്രായം പറഞ്ഞു തന്നെ. ഇതല്ലേ വരേണ്ടത്. അല്ലാണ്ട് ഈ ഡബ്ലിന് അടുത്ത് കിടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വരാൻ പറ്റിയൊരു സ്ഥലമല്ലേ ഇത്? അല്ല ഒരു അഭിപ്രായം പറഞ്ഞു ഇതിനെക്കുറിച്ച്. ക്യാമ്പ് ചെയ്യാനും അല്ല ഇതാണ് നീക്കാ ഇവിടെ അങ്ങനെ കയറിയൊക്കെ. ഇവിടെ നിന്ന് ടെൻറ്റ് കെട്ടി താമസിച്ചത് പോലെ ടെൻറ്റ് കെട്ടി താമസിക്കണം. നല്ല വേദന. ഫോട്ടോ എടുക്കാണ്ടോ? ഫോട്ടോ എടുക്കാം. സിമ്മിയാ ഇത് ബാറ്ററിയൊക്കെ ഒന്ന് മാറട്ടെ. മേടിക്കാം. ടിറ്റോ എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളി. ജോഫി സാർ എങ്ങനെയുണ്ട് ഏരിയ? ഒന്നും പറയാനില്ല. സായി സാർ അഭിപ്രായം? ലൈഫ് എൻജോയ് ചെയ്തു. പോട്ടെ. ഇപ്പോൾ എവിടേക്കാണ് നമ്മൾ പോണത്? എന്നാ പിടിച്ചോ. ഷാജു എവിടെയാണിത്? സ്ഥലം പറയും. ക്ലിഫ് ഓഫ് മൂറൊന്നും അല്ലല്ലോ ഇത്. ക്ലിഫ് ഓഫ് മൂറിനേക്കാളും അടിപൊളി സ്ഥലമല്ലേ? എന്താണ് അടിപൊളി സ്ഥലം? ഹൗത്തിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയുള്ളൊരു സ്ഥലമാണ്. അടിപൊളി ഏരിയയാണ്. കുളിക്കണമെങ്കിൽ കുളിക്കാം, ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. ഇത് കണ്ടോ, അറച്ച് കാടും മലയും. ഏതാണ് സ്ഥലം കണ്ടോ? എല്ലാ അണ്ണന്മാരോടി വന്നത് രാവിലെ തന്നെ. നടക്കാനുള്ളവർക്കൊക്കെ നടക്കാൻ വരാം. അടിപൊളി സ്ഥലമാണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് വരാം. ഇതാണ് സൂപ്പർ സ്ഥലമാണ്. ഇതിലാണ് ഷാജു? ഇതിലാണ് ഉറപ്പാണ്. ഇതിലിങ്ങനെ അവിടെ ഇറങ്ങിപ്പോകണം. ഇതാണ് സ്ഥലം. ഇതാണ്ട ജെ.കെ ഉണ്ട്, ടിറ്റു ഉണ്ട്, ജോഫി ഉണ്ട്, നമ്മുടെ ഷാജു. ടിറ്റോ തമ്പി എന്തി? ഇനി അവിടെ നിൽക്കണേ. ഇനി ഞാൻ വന്നിട്ട് ഇറങ്ങാവളെ. ഈ ജംഗിള് ഫുള്ള് കാടാണല്ലോ. അപ്പൊ ഫ്രണ്ട്സ്, ഏരിയ ഫുള്ള് ക്യാമറ കൈക്കൂടെ സ്റ്റഡി ആയിട്ട് വെക്കണം.
ഇത് ഫുള്ള് തെന്നി തെന്നി കിടക്കുകയാണ്. അത് കുഴപ്പമില്ല, ശരിയാകും. കുഴപ്പമില്ലല്ലോ. ഇല്ല പോട്ടെ, അതൊന്നും ഒരു ചൊറിയണമെന്നല്ല. അപ്പൊ എല്ലാരും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇറങ്ങണ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ചൊറിയൊന്നുമില്ല. ചൂടുവെള്ളമാണ്. ഒന്ന് നോക്കി 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 ജേക്കെ 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 ഒന്ന് എനിക്ക് നിൽക്കുവാന്ന്. അടിപൊളി അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട് മക്കളെ? എങ്ങനെയുണ്ട്? സൂപ്പർ സ്ഥലമല്ലേ ഇത്? എന്താണ് അടിപൊളി സ്ഥലം എന്നൊക്കെ പറയുക. ടൂറ് പറയുകയാണെങ്കിൽ ഇതൊക്കെ വന്നം. ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വേണ്ട ആൾക്കാർ താമസമുണ്ട്. താഴത്ത് ഇപ്പോഴേണ്ട കിടപ്പുണ്ട് അവിടെ. വെയിൽ ഇച്ചിരി കുറവായി. വെയിൽ കൂടി ഉണ്ടാകല്ലോ പൊളിച്ചാനല്ലേ. തണുപ്പില്ല. അതുണ്ട് താഴത്തോട്ട് തണുപ്പില്ല. ഒട്ടും തണുപ്പില്ല. നടുക്കെടുക്കണ്ട എന്താ സത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ വീണൊക്കെ. ഇറങ്ങി പോകുന്നത് അവിടെ കേറാൻ പറ്റുന്നത്. അതിന്റെ അങ്ങേ സൈഡ് ക്ലിപ്പ് ഉണ്ട്, അങ്ങോട്ട് പോവാം. അതിന്റെ അങ്ങേ സൈഡിൽ അവിടെ ചെല്ലുമ്പോ ആണ്ട് ഇതിലിങ്ങനെ ഊർന്നിറങ്ങിയ ഇങ്ങോട്ട് ഇടങ്ങി ഇറങ്ങി പോകുന്നത്. ഹലോ എവറിബോഡി, നമ്മുടെ ഹൗത്തിലാണ്. ഒരു ഇൻലാൻഡ് ബീച്ചാണിത്. ഇത് കണ്ട, ഇതിൻ്റെ ഈ കടലിങ്ങനെ കയറിയിരിക്കുകയാണ്. ടെൻ്റ് അടിക്കാൻ വേണ്ടിയൊക്കെ മാത്രമായിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ടെൻറ്റ് മാത്രമേ ഇപ്പോൾ അവിടെയുള്ളൂ. സാധാരണ ഇവിടെയൊക്കെ നിറച്ചും ടെൻറ്റാണ്. രാത്രിയിലൊക്കെ ആൾക്കാർ സ്റ്റേ ചെയ്ത് കുക്ക് ചെയ്തിട്ട് ഫിഷിനെയൊക്കെ പിടിച്ച് നീന്താനൊക്കെ പോയി. നമ്മൾ ഈ തായ്ലൻഡിലൊക്കെ ഉള്ള ഇതുപോലെ. ഇപ്പോൾ ഞങ്ങളൊരു ക്ലിപ്പിലാണ് നിൽക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സാണ് ഇറങ്ങി പോണതൊക്കെ. ഇത് നോക്കിയാൽ ഹായ് പറയുന്നുണ്ട് ആയിരുന്നു എല്ലാവരും. നോക്കിയാൽ അടിപൊളിയാണ് സ്ഥലം. ഇതിപ്പം രാവിലെ ഇപ്പോൾ ഒരു 8 മണി 9 മണി ടൈമാണിത്. ഇപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതാണ് തെളിച്ച കുറവ്. ഇത്തിരി കഴിയുമ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടത് നോക്കി. മേലോട്ടൊക്കെ നല്ല ക്ലിപ്പുകളാണ്. നമ്മളൊരു മുട്ടനാടിനെ പോലെയൊക്കെ ഇങ്ങനെ വലിഞ്ഞു കയറി നിൽക്കുകയാണ് ഇതിലൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി. എല്ലാവരും വരണം, അടിപൊളി സ്ഥലമാണിത്. അപ്പോൾ താഴത്തോട്ട് ഇറങ്ങി പോകട്ടോ നമുക്ക്. ഇത് ഇവിടെ നിന്ന് കഷ്ടമാവുമല്ലോ ഇറങ്ങാൻ. കയറിയപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്കും അടിപൊളി. രക്ഷപ്പെട്ടു. ഇനി താഴത്തോട്ട് പോകാൻ. താഴത്തോട്ട് ഇറങ്ങാൻ നടക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നോക്കി. ഇവിടെ നിന്ന് താഴത്തോട്ട് നോക്കി നമുക്ക് ഈ ടെൻറ്റ് കാണാം. ഇപ്പോൾ അവിടെ 2-3 പേര് ടെൻറ്റ് അടിച്ച് വെച്ച് കൂട്ടിയേക്കുന്നത് കാണാം. അവരവിടെ തന്നെ താമസിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന വഴി കണ്ടത് ഇതാണ്. ഇതെല്ലാം ഇതുപോലെ തന്നെ തിരിച്ച് കയറണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇത് കയറി. ചിക്കൻ അടിച്ചിട്ട് അത് അവൻ അതല്ല കൂടി പോയിട്ട് ചിക്കൻ അടിച്ചിട്ട് അവൻ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു. ചിക്കനൊക്കെ വറുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇതാണ്. ഞങ്ങൾ താഴോട്ട് എത്താറായണ്ട. ഇന്നലെ കടൽ അവിടെ ടെൻറ്റ് ഉണ്ട്. കണ്ടോ ടെൻറ്റ് വെച്ച് ആൾക്കാർ താമസിക്കുന്നതാണ്ട. ഇന്നലെ രാത്രി തന്നെ ടെൻറ്റ് വെച്ച് താമസിക്കുന്ന സീലുണ്ട്. സീലുണ്ട് പറഞ്ഞാൽ കടലിൽ സീലുണ്ട് കേട്ടോ. സീലുണ്ട്.
ഇതേണ്ട ഇതിന് നമ്മളെല്ലാവരും കൂടി സ്റ്റെപ്പ് ഇറങ്ങി ഇതേണ്ട ഇതേപോലെ സ്റ്റെപ്പാണ് കണ്ട. വീട്ടിലിരിക്കാണ്ട് എല്ലാവരും എൻജോയ് ചെയ്യാമെന്ന്. ഇവിടെ അധികം ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരലും ആൾക്കാർ കുറവായിരിക്കും. ഇച്ചിരി റിസ്ക് പിടിച്ച വഴിയാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങി വരണമെന്നില്ല. ജോഫിങ്ങനെ വാടകടേ ഇതുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങി പറയുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ്. അതേപോലെ സൂപ്പറാണ്. നിങ്ങളെല്ലാവരും വരിക. സീലുണ്ടോ കണ്ടോ അങ്ങോട്ട് പോയമ്പോ താഴെ വീണ്ട. ഫോട്ടോ എടുക്കും ഫോട്ടോ. ഹലോ പറയ്, ഒന്ന് ഉറക്കെ പറയ്. ഹലോ പറയ്. ഞാനത്തിരി ഇതേപോലെ കല്ലൊക്കെ വെട്ടി ഉണ്ടാക്കിയാണ് ഒരു വഴിയാണ്. സൂക്ഷിച്ച് വന്ന ആൾക്കാർ വരാൻ താല്പര്യമുള്ളവർക്ക് വരിക. ശ്രദ്ധിക്കുക വന്ന ആൾക്കാർ. ഇത് റിസ്ക്കാണ്, എക്സസൈസുമാണ്. കാണാൻ അടിപൊളിയായതല്ല. 160 അടിയോളം ഉയരത്തിലായിരിക്കും എന്ന് തോന്നുന്നു. എല്ലാ ഭാഗത്തും കണ്ടോ. അത് മണ്ണിടിഞ്ഞൊക്കെ പോകുന്നുണ്ടോ പണ്ട്. ഇതുണ്ടോ, അത് മണ്ണിടിഞ്ഞ് പോന്നേക്കണതാണ്. ഇവിടെ അടിയിലൊക്കെ കിടക്കണത് കണ്ടോ. ഇവിടെ ഷെഡ് വെച്ച് കിടക്കുന്നതാണ്. മഴ പെയ്യുമ്പോൾ ആയിരിക്കും ഇടിഞ്ഞ് പോന്നേക്കണ. മണ്ണിങ്ങനെ ലൂസ് മണ്ണാണ് അതിൻ്റെ മുകളിൽ. അതിൻ്റെ മണ്ണിടിഞ്ഞ് താഴോട്ട് വന്ന് പാറ കൂടി താഴെ വന്ന് കിടപ്പുണ്ട് കാണുന്നത്. വേണ്ട, നമ്മൾ അവസാനം സീ ലെവലെത്തി, ഗ്രൗണ്ട് ലെവലെത്തി. നമ്മൾ ശരിക്കും മുകളിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ടാവും വണ്ടി പാർക്ക് ചെയ്യാൻ ഓടുന്നു. ഇപ്പോൾ ഗ്രൗണ്ട് ലെവലെത്തി നമ്മൾ. കണ്ട ഗ്രൗണ്ട് ലെവലിൽ എത്തുന്നിടത്ത് ഇത്തിരി ഇറങ്ങാൻ ഇത്തിരി റിസ്ക് കൂടുതല. ഇവിടെ സ്റ്റെപ്പില്ല. ഇതെത്തി നമ്മൾ. ഇതുപോലെ പാറക്കൂട്ടങ്ങൾ ഉണ്ടോ, അതുപോലെ ഇതാണ് സംഭവം. ഈ സീ ലെവൽ ഷാജുവാണ് ഇറങ്ങി വരുന്ന. ഒരു 3 പേരോടെ ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. വെയിൽ കുറവാണ് ഇത്തിരി. വെയിലും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി സ്ഥലമാണ്. വെയിലുണ്ടെങ്കിൽ സൂപ്പർ സ്ഥലമാണ്. താഴത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ തണുപ്പ് കുറവാണ്. മുകളിൽ നല്ല കോടയും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ശരിക്കും തണുപ്പ് കുറവാണ്. ഇതല്ല നല്ല ഉരുളൻ കല്ല, മൊത്തം നല്ല കളറ് കല്ലുകളും സൂപ്പറായിട്ട് ഉരുണ്ട് കിടക്കുകയുണ്ട്. വെറൈറ്റിയാണ്. കല്ലിങ്ങനെ ഓളടിച്ച് നല്ല ഉരുളൻ കല്ലുകളായിട്ട് പല കളറിൽ പല രീതിയിലിങ്ങനെ കല്ലുകളാണ്. വെറൈറ്റിയാണ്. എൻ്റെ പാറയൊക്കെ ഇങ്ങനെ വെള്ളമടിച്ച് ഇങ്ങനെ തേഞ്ഞ് തീരാറായി. ഇല്ല, അതിലൂടെ കിടക്കുന്നുണ്ട് 2-3 പേര്. ഉണ്ടോ, 3 ടെൻ്റ് ഉണ്ട് ഇതിനകത്ത്. ബാർബിക്യൂ ഒക്കെ ഇട്ട് അവർക്ക് താമസിക്കുന്ന സൗകര്യം ഒക്കെ ഉണ്ട് ഇവിടെ. അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് നടക്കുക. ഫോട്ടോഷൂട്ടാണ്. ജോഫിയും JKയും ഗാൽവിനെ കൂടി. ഗാൽവിനല്ല, ഗാൽവിൻ. JK എന്ന് പറഞ്ഞാൽ ഗാൽവിൻ. പിന്നെ ടിറ്റു ഉണ്ട്, ടിറ്റു തമ്പി. അല്ല, ഇതാണ് സ്ഥലം. ഇതാണ് കടൽ. അല്ല, ഇതാണ് ഏരിയ. ഇത്തിരി വെയിൽ കുറവുണ്ട്, അതിൻ്റെയാണ് ഇത്തിരി മങ്ങൽ കാണുന്നത്. ഇതാണ് കാണുന്ന സ്ഥലം. ഇത് മൊത്തം ഇങ്ങനെ റൗണ്ട് അടിച്ചതാണ്. എന്താ ആ കാണുന്ന ഏരിയയൊക്കെ എന്താ. ഇപ്പോൾ ആരുമില്ല. രാവിലെ നമ്മളിവിടെ വന്ന് എന്താ പാറ വെള്ളമടിച്ചിങ്ങനെ പാറയുടെ ഷേപ്പൊക്കെ മാറി പല ഷേപ്പിലാണ് പാറകൾ. കണ്ടോ, മാർബിൾ കല്ല് പോലത്തെ കല്ലുകളാണ്.
വൈറ്റ് കല്ലും ഇതൊക്കെ കൂടി മിക്സ് ആയിട്ടുണ്ട്. വെള്ളമടിച്ച് മൂപ്പത്താത്ത കല്ലെന്ന് പറയില്ല, ആ കല്ലൊക്കെ ഇങ്ങനെ തേഞ്ഞ് തീർന്നുണ്ട്, കുഴികളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാലിൻ്റെ ഒരു ഷേപ്പില്ലേ ഇനി ഷാജു ഇതുണ്ടോ, ഒരു കാൽപാദത്തിൻ്റെ ഒരു ഷേപ്പുണ്ട്. ഒരു കാൽപാദത്തിൻ്റെ ഒരു ഷേപ്പ് വേണ്ട ഇതുണ്ടോ. ഇങ്ങനെ വേറെ നല്ല എല്ലാവരും ഇങ്ങനെ തെന്നി വീഴാണ്ടൊക്കെ സൂക്ഷിക്കണം. വന്ന പൂപ്പലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. കല്ലുമുകായ് പോലെ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നിറച്ച്. വലുതുണ്ടാവുന്നു നല്ല. ഇന്നിപ്പോൾ തിര കുറവാണ്, തിര ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവും. ഇന്ന് വളരെ തിര കുറവാണ്. ഉണ്ടോ അടിപ്പം സ്ഥലമാണ്. തെന്നല പായല ചെറിയ തന്നൽ വല്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഇന്ന് ടൈഡ് കഴിഞ്ഞിട്ടിരിക്കുന്ന ടൈമാണെന്നാണ് തെന്നി വീഴും. എൻ്റെ ഷൂസാണെങ്കിൽ കൊള്ളുവാൻ കൂടെ ഇല്ല. എടാ ഫോട്ടോ ഇത് ഗോപ്രോയിൽ വീഡിയോ നടന്നുകൊണ്ടിരിക്കോടാ. ഇതിൻ്റെ അടിയോടെ ഇറങ്ങി വന്നെങ്കിൽ ഒരു 60 അടി താഴ്ത്തിറങ്ങി, 60 അടിയോളം താഴ്ത്തിറങ്ങി. ഇത് റിസ്ക് പിടിച്ച സ്ഥലമാണത്. സൂക്ഷിച്ചിറങ്ങുന്ന ആൾക്കാർ ഇവിടെ ടെൻ്റൊക്കെ ഇട്ട് താമസിക്കാം. ആ ടെൻ്റൊന്ന് കാണിച്ചു കൊടുത്തേ. ടെൻ്റൊക്കെ ഇട്ട് താമസിക്കാം. അവിടെ ടെൻ്റൊക്കെ ഇട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് ഡബ്ലിനിലൊക്കെ ഉള്ളവർക്ക് വളരെ അടുത്ത സ്ഥലമാണ്. എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും. അറിയാൻ പാടില്ലാത്ത ആൾക്കാർ പ്രാവശ്യം കൂടെ വരുന്നതല്ലേ. ടിറ്റോയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അവന് റെസ്ക്യൂ മിഷൻ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടിറ്റോയെ ഹെൽപ്പ് ചെയ്ത് താഴെ കൊണ്ടുപോകുന്ന മിഷനാണ്. അപ്പോൾ നമുക്ക് കാണാം അവർ ക്ലിഫിൽ അകപ്പെട്ടു പോയി. അവൻ ഇറങ്ങാൻ പറ്റുന്നില്ല. സോ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. വളരെ ഡേഞ്ചറാണ്, കാരണം പുല്ലുണ്ടായതുകൊണ്ട് ഇറങ്ങി വരക്കും പാടാണ്. ഓ മാൻ, വെയിൽ വന്നു ഡാടാ, വെയിൽ വന്നു, അടിപൊളി വെയിൽ. ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നമ്മുടെ കെറിയിലും ക്ലിഫ്സ് ഓഫ് മോഹറിലൊക്കെ പോകുന്ന പോലെ കാണാൻ പറ്റുന്ന നമ്മുടെ ഡബ്ലിനടുത്ത് ഉള്ളൊരു സ്ഥലമാണ്. ഹൗത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. വളരെ ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല.
നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് തോന്നുന്നുണ്ട്. ചുറ്റും ക്യാമ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്. വളരെ നല്ല അധികം കാറ്റ് താഴോട്ടില്ല. കാരണം ഈ മലകൾ രണ്ട് വശത്തു നിന്നും ഇത് ചെയ്തിട്ടുണ്ട്. അധികം കാറ്റ് തണുപ്പ് സാധ്യതയില്ല. അവർ പിന്നെയും എത്തിയിട്ടില്ല. ഓക്കെ, ഞാൻ താഴെത്തി. ഓക്കെ, എടാ ജോഫി ഇത് താഴോട്ടിട്ടെ, ഓണാക്കിയിട്ട് താഴോട്ടിടാ. ആ ഓക്കെ. ഒന്ന് രണ്ട് വട്ടം കയറി കഴിയുമ്പോൾ ഓക്കെയാണ്. ആദ്യത്തെ പ്രാവശ്യം കയറാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇനി ഇറങ്ങാനും കയറുമ്പോഴും പാടായിരിക്കും. കാരണം പുല്ലെല്ലാം ചവിട്ടി മതിച്ചില്ലേ. നിക്ക് ഇനി മേലോട്ട് കയറണ്ട. എവിടെ പോകാനാ? മതി മല ഇറങ്ങി നോക്കാം. ഗോപ്രോ പിടിച്ചോണ്ട് മല ഇറങ്ങി നോക്കാം. ഉരുട്ടി വിടല്ലേ എൻ്റെ നെഞ്ചത്തോട്ട്? എടാ എൻ്റെ നെഞ്ചത്തോട്ട് ഉരുട്ടി വിടല്ലേ? അപ്പോൾ അവൻ ഇറങ്ങി വരികയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങി വരികയാണ്. പള്ളയിലും പായലിലും ഒക്കെ പിടിച്ച്. അപ്പോൾ ഇനി ഇതിലെ കൂടെ താഴത്തോടെ നമുക്ക് വീണ്ടും ഇറങ്ങാം. ഇതിലെ കൂടെ വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാനും ഇറങ്ങാനും ഒക്കെ. ചേച്ചി ക്യാമറ പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ. അമ്മച്ചു അപ്പോൾ സുഹൃത്തുക്കളെ, കാൽവിൻ സാർ ഇരുന്നിരുന്ന് ഇറങ്ങി വരുന്നുണ്ട്. പുള്ളി ഇറങ്ങി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇത്
ജോസേട്ടൻ കക്ക പിടിച്ചോണ്ടിരിക്കുകയാണ്. കല്ലുമുക്കായ ഇല്ല, കല്ലുമുക്കായ ഉണ്ടോ? ഇതുണ്ടോ? പൊട്ടിക്ക് 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 ഇതുണ്ടോ? ജീവനുള്ള സാധനം കണ്ടോ? ഇതാണ് കല്ലുമുക്കായ എന്ന് പറഞ്ഞ സാധനം കണ്ടോ? ഇത് കറി വെക്കാവുന്ന സാധനം അതൊക്കെ. ആ ഇത് കറി വെക്കാവുന്ന സാധനം, അടിപൊളി സാധനം ഉണ്ട്. പച്ചക്ക് കഴിക്കാന്നൊക്കെ പറയണ്ടല്ലോ. അടുത്ത വണ്ടി വാങ്ങിച്ചിടാം. കളയിലെന്താ പറക്ക് കളയിലേട്ടാ. എടുത്ത് കളയില. എനിക്ക് ഇതെങ്ങനെ ഇത് മുഴുങ്ങിയിരിക്കുന്ന അഴുക്കളുണ്ട്. അടിപൊളി. നാടാണ്. എനിക്കൊരു 10 വേണം അത്. എടുക്കെടുക്ക്. മൊബൈലൊക്കെ അനുഭവം. തിരിച്ചു വന്നെടുക്കുകയാണ് കൂടെ. തിരിച്ചു വന്നെടുക്കാണ് കാണില്ല. പോ പുള്ളി സ്നിക്കേഴ്സൊക്കെ കഴിച്ച് കയറി. ഞാൻ പോയാ പുറകോട്ട് വന്നാൽ നീയും പോകും, ജോക്കിയും പോട്ടെ. ജോക്കി പോലെ ജോക്കി ഞങ്ങൾ 3 വന്നാൽ തെറിച്ച് പോയി. ഞാൻ വളരെ നൈസായിട്ട് സ്കൂട്ടായി കൊടുക്കും. അവിടെ വരെ വഴിയുണ്ടോടാ? വഴിയുണ്ടോ? ആ ആ ആരെ അവിടെ പോവാം നമുക്ക്. നടുക്കൂടെ പോവാം. ആ അങ്ങനെ പോവാത്. എൻ്റെ ഷൂസ് കറക്റ്റ് ആയിരുന്നു. ഞാൻ ഇച്ചിരി കൂടെ നല്ലപോലെ സ്റ്റൈൽ. ആ എടാ അവിടെ വരെ വഴിയുണ്ടോടാ? വഴിയുണ്ടോ? ആ ആ ആരെ അവിടെ പോവാം നമുക്ക്. നടുക്കൂടെ പോവാം. ആ അങ്ങനെ പോവാത്. എൻ്റെ ഷൂസ് കറക്റ്റ് ആയിരുന്നു. ഞാൻ ഇച്ചിരി കൂടെ നല്ലപോലെ സ്റ്റൈലായിട്ട് പോയത്. ഒന്നാമതെ ക്യാമറയുണ്ട്. അതാണ് കുഴപ്പം. മറ്റേ
കുത്തനെ ഇറക്കാണ്, കുത്തനെ ഇറക്കാണ്. നീ കയറിയില്ലേ ഇതുവരെ? ഇതുവരെ ഇറങ്ങിയില്ലേ?